ഹലോ നമസ്കാരം. നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാറോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഓൾറെഡി ഒരു ഹെർമിറ്റ് എനർജിയാണ് ഫസ്റ്റ് ലൈൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സോളിറ്റ്യൂഡ് ഫേസിലാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു ഗോളിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് എന്ന് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിലായിരിക്കണം. അത് ഓരോരുത്തർക്കും ആ ഒരു കാര്യം വ്യത്യസ്തമായിരിക്കാം. ഈ റീഡിംഗ് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്താണ് ഞാൻ ഉദ്ദേശിക്കണേന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ മുഴുവൻ ഫോക്കസും നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എനർജി ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്രത്യേക കാര്യത്തിലാണ്. ഓക്കെ, നിങ്ങളോട് പറയണു അതിപ്പോ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് അതിനു വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻസ് എടുക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കുക. ക്യൂൺ ഓഫ് സോർട്സിന്റെ എനർജിയിലാണ് ആകാൻ പറയണത്. അതായത് കൃത്യമായ ആക്ഷൻസ് എടുക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിച്ചറിയണം അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കുക, നിങ്ങളായിട്ട് കണ്ടെത്തുക. ഓക്കെ, ആരൊക്കെയായിട്ട് കോൺടാക്ട് ചെയ്യണമോ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ അതിന് വേണ്ടുന്ന എന്താ പറയണ്ടേ, നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക. അങ്ങനെ നിങ്ങൾ വളരെ പ്രൊആക്റ്റീവായിട്ട് വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ആയിരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഈ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതേസമയം ഹെൽത്തി ബൗണ്ടറി മറ്റുള്ളവരായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇൻ ദ സെൻസ്, നിങ്ങൾ എന്തിനു പരിശ്രമിക്കുന്നു, നിങ്ങൾ എന്തിൽ ഫോക്കസ് ആയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കഴിവതും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഷെയർ ചെയ്യേണ്ട, അവരോട് പറയണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയരുത്, അത്ര തന്നെയുള്ളൂ. അതിനൊരു ന്യായീകരണം നിങ്ങൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളും അത് കണ്ടെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് പറയരുത് അത്രയേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആകാന്ന് പറയുള്ളൂ. കാരണം ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ എന്തെങ്കിലും വന്ന് നിങ്ങൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുക. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വേറെ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസ കുറവ് വരിക. ഇതൊന്നും നടക്കാൻ പോണില്ല, വെറുതെ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് എന്ത് കിട്ടാനാ. മനസ്സിലായില്ലേ? അതും ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പൊ അതാ പറയണേ, ആ ആത്മവിശ്വാസം വേണം, ധൈര്യം വേണം, ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ആണ്, അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് ഒരു അട്രാക്ഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ഇപ്പൊ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനും വേഗത്തിൽ ഈ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആകും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷെ അതിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഡിസ്ട്രാക്റ്റഡ് ആകരുത് ഒരു കാരണവശാലും.